വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. ഇന്നത്തേത് ഒരു ലഞ്ച് വ്ളോഗാണ്. നല്ലൊരു മീൻകറി കൂട്ടി ഊണ് കഴിക്കുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണല്ലേ. ഇന്നത്തെ മെനുവിൽ 3 മീൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വറുത്തരച്ച മീൻ കറി, ചെമ്മീൻ കോവയ്ക്ക തോരൻ, പിന്നെ നല്ല നാടൻ മത്തി പൊരിച്ചതും കൂടെ നല്ല നാടൻ പയറുലർത്തും കൂടെ ചേർന്നതാണ് ഇന്നത്തെ മെനു. ഇനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വറുത്തരച്ച മീൻകറി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 5 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എന്നിവ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ തുടരെ ഇളക്കി കരിയാതെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. കറിപ്പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയും കറിപ്പൊടികളും ഒക്കെ നന്നായി മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി ചൂടാറാൻ വേണ്ടി വയ്ക്കാം. നന്നായി ചൂടാറിയ ശേഷം വറുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. കൂടെ ഒരു പിടി ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് നെടുകെ കീറിയത് എന്നിവ കൂടെ ചേർത്ത് വഴറ്റാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ചുറ്റിച്ചൊഴിക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം കുടംപുളിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ 1 കിലോ മീൻ കഷ്ണങ്ങളാണിത്. മീൻ കഷ്ണങ്ങൾ മുഴുവനായും ഗ്രേവിയിൽ മുങ്ങിക്കിടക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയെല്ലാം നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടി സൈഡിൽ അടുപ്പിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ആ ചൂടിലിരുന്നൊന്ന് ചാറെല്ലാം കുറുകി വരട്ടെ. അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീനും കോവയ്ക്കയും ചേർന്നുള്ള തോരനാണ്. 1/2 കിലോ ചെമ്മീൻ തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി, 2 ചെറിയ കഷ്ണം കുടംപുളി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തോരനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ, 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ അളവ് കൂടരുത്. ഒരു 1/4 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി മതിയാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അരയരുത്. ഇനി വേവിക്കാൻ വെച്ച് ചെമ്മീനൊന്ന് തുറന്നു നോക്കാം. ചെമ്മീൻ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ടും വറ്റിക്കരുത്. കുറച്ച് വെള്ളം ബാക്കി അതിൽ വേണം. ഈ സമയം നമ്മൾ ചെമ്മീനിൽ ചേർത്തിരുന്ന പുളി ഒന്ന് എടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കോവയ്ക്ക ചേർക്കാം. അധികം മൂക്കാത്ത കോവയ്ക്കയാണ് ഇതിന് നല്ലത്. കോവയ്ക്ക ചെമ്മീൻ്റെ മേലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം അടപ്പ് വെച്ച് മൂടി ഒന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്.
ഇപ്പോൾ ഇതിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറന്ന് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെമ്മീൻ കോവയ്ക്ക തോരൻ റെഡിയായി. ഇനി അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. അടുത്തതായി പയർ ഉലർത്താണ് തയ്യാറാക്കുന്നത്. ഒരു ചെറിയ ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. 1/2 കൈപ്പിടിയോളം ചുവന്നുള്ളി അരിഞ്ഞതും 1 സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് വഴറ്റാം. ഉള്ളിയും മുളകും നന്നായി വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ കൂടെ ചേർത്ത് വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും തുടക്കക്കാരെ കരുതി കാണിക്കുന്നതേ ഉള്ളൂ. ഏകദേശം 4-5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഉലർത്ത റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മത്തി മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പൊടിയായി എരിഞ്ഞ് 3 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം. എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ മീൻ കറി അടുപ്പിൽ വെച്ച സമയത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നാലേ മസാല എല്ലാം നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ. ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മീനിനുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ മത്തി നന്നായി ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. മത്തിയെല്ലാം ഈ അരപ്പിലേക്ക് ഇട്ട ശേഷം നന്നായി ഒന്ന് അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മീനെല്ലാം നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ മീൻ കറിയും ഉലർത്തും തോരനും എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് മീൻ പൊരിക്കാൻ തുടങ്ങുന്നത്. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം മീൻ ഓരോന്നായി ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ മത്തി ഫ്രൈ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ വിഭവങ്ങളെല്ലാം ചേർന്ന് ഊണ് തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്